ഹലോ ഫ്രണ്ട്സ്, പവിത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രം വിലങ്ങൊക്കെ വെച്ചിട്ട് കമലയെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. അങ്ങനെ വരുന്ന വഴി തന്നെ വിശ്വത്തെയും വിനായകനെയും കണ്ടിട്ട് കരയാണ് കേട്ടോ നമ്മുടെ വിക്രം. അന്നേരം വിശ്വം ചോദിക്കുന്നുണ്ട്, സാറേ ഈ വിലങ്ങൊന്ന് അഴിച്ചു കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരെ അങ്ങനെ തന്നെ ചെയ്യാണ്. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ ജഡം കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറുമ്പോഴേക്കും നമ്മുടെ നന്ദിനിയാണെങ്കിൽ ഒറ്റ കരച്ചില്ലാണ് കേട്ടോ. എടാ വിക്രം, നമ്മുടെ അമ്മ കിടക്കുന്ന കിടപ്പ് കണ്ടോ, നമ്മളെങ്ങനെ സഹിക്കടാത് എന്നൊക്കെ പറയുമ്പോഴേക്കും വിക്രം ആകെ സ്തംഭിച്ച് പോവാണ്. എന്നിട്ട് നമ്മുടെ കമലയുടെ കാൽക്കൽ വീണ് കരയാണ് കേട്ടോ. അന്നേരം മാഷ് വന്നിട്ട് വിക്രത്തിനെ ഇങ്ങനെ തൊട്ടിട്ട് പറയും, പെട്ടെന്ന് നീ പോയി കുളിക്കണം, അവളെ യാത്ര അയക്കാനുള്ള സമയമായെന്ന്. അപ്പോഴും നമ്മുടെ വിക്രം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശേഷം അവിടുത്തെ ഓരോരോ ചടങ്ങുകളൊക്കെ കാണിക്കുന്നു. അങ്ങനെ ചിതയ്ക്ക് തീ കൊടുക്കുന്ന നേരം നമ്മുടെ വിക്രം മാഷോട് പറയുന്നുണ്ട്, അവസാന നിമിഷമെങ്കിലും അമ്മയ്ക്കുള്ള വീട് ഞാൻ കാരണം ഇല്ലാതായില്ലേ അച്ഛാന്ന്. അന്നേരം മാഷ് പറയും, എവിടെ നിന്ന് എരിഞ്ഞടങ്ങിയാലും അവൾ കിടന്നുറങ്ങുന്നത് എൻ്റെ നെഞ്ചത്തല്ലേടാന്ന്. വീണ്ടും നമ്മുടെ വിക്രം അങ്ങനെ കരയുന്നു. പിന്നീട് നമ്മുടെ വിക്രമാണെങ്കിൽ പോകുന്ന നേരത്ത് അച്ഛനെ കണ്ടിട്ട് സംസാരിക്കുകയാണ്. അന്നേരം മാഷ് പറയും, എനിക്ക് ഒരാഗ്രഹമുണ്ട് വിക്രം, കുറച്ച് ദിവസമെങ്കിലും നിന്നോടും വേദയോടും ഒപ്പം കഴിയണം. പിന്നെ അധികം നാളില്ലാതെ അവളുടെ അടുത്തേക്ക് അങ്ങ് പോകണം. ഒരുപാട് കാലം അവളെ തനിച്ചാക്കാൻ എനിക്ക് കഴിയില്ലടാന്ന്. അതും കൂടെ കേട്ട് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ വിക്രം കരയുവാണേ. പിന്നീട് കാണിക്കുന്നത് ആ വേദ കിടക്കുന്ന ആ ഒരു ഹോസ്പിറ്റലാണ്. അവിടെയാണെങ്കിൽ അരുണ സിസ്റ്ററോട് ആ ആംബുലൻസിന്റെ ഡ്രൈവർ വന്നിട്ട് ചോദിക്കും, അതെ തരുൺ സാറിന്റെ ഭാര്യ മരിച്ചല്ലേ? അതെ മരിച്ചു. അവരുടെ കുഞ്ഞും ജീവനോടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല, കുഞ്ഞു ജീവനോടെ ഉണ്ട്. അപ്പൊ മരിച്ച കുഞ്ഞ് ഏതാന്ന് ചോദിക്കുമ്പോൾ അരുണ സിസ്റ്റർ പറയും, അത് വേറൊരു പേഷ്യന്റിന്റെ എന്ന്. അന്നേരം ആ ആംബുലൻസ് ഡ്രൈവർ ആ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പറയും, ഇവരുടെയാണോ കുഞ്ഞ് മരിച്ചതെന്ന്? ഇവരെ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഒരു ബന്ധു വിളിച്ച് വിവരം തിരക്കാൻ പറഞ്ഞതാ. അപ്പോൾ ഇവരുടെ കുഞ്ഞാണല്ലേ മരിച്ചതെന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോവാട്ടോ. നേരെ അരുണ സിസ്റ്റർ വന്നിട്ട് വേദയെ കാണും. കുഞ്ഞെവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് തരുൺ സാർ കൊണ്ടുപോയതാ. ആദ്യം ഞാൻ വിചാരിച്ചു നമ്മൾ കാണിക്കുന്നത് അബദ്ധമാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി വേദ ചെയ്ത് തന്നെ ശരിയെന്ന്. നിറച്ചും ശത്രുക്കളാന്ന് പറയുമ്പം അവരിവിടുന്ന് പോയില്ല അല്ലേ എന്ന് പറയുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് പോയിട്ടൊന്നുമില്ലാന്ന്. സിസ്റ്റർ അയാളോട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കും. രാധികയുടെ കുഞ്ഞ് എൻ്റെ കുഞ്ഞായോന്ന് ചോദിച്ചിട്ട് കരയാണ് കേട്ടോ നമ്മുടെ വേദ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡോക്ടർ വന്നിട്ട് വേദയുടെ അടുത്ത് സംസാരിക്കുകയാണ്, നമ്മൾ ചെയ്തത് വലിയൊരു അബദ്ധമായി എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന്. അന്നേരം നമ്മുടെ വേദ പറയും, അന്നേരം ഞാനൊന്നും ചിന്തിച്ചില്ല ഡോക്ടർ, എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ മാത്രമേ ഞാൻ ഓർത്തുള്ളൂ എന്ന്. അന്നേരം സിസ്റ്റർ പറയുന്നുണ്ട്, വേദ മാഡം പെട്ടെന്ന് തന്നെ ഇക്കാര്യങ്ങൾ തരുൺ സാറിനോട് പറയണമെന്ന്. അപ്പോഴും ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അയാൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്നായിരിക്കും ചോദിക്കുന്നതെന്ന്. അപ്പം നമ്മുടെ വേദ പറയുന്നുണ്ട്, അയാളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇപ്പോഴേതായാലും അയാളോട് പറയാൻ വേണ്ടി പറ്റത്തില്ല. രാധിക മരിച്ച ഷോക്ക് തന്നെ അയാൾക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. ആ വേദന കുറച്ചൊന്ന് കുറഞ്ഞോട്ടെ, ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറയുമ്പോഴും നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട്, അയാളുടെ അന്നത്തെ ഒരു മാനസികാവസ്ഥ വെച്ചും വേദയുടെ ഈ അവസ്ഥ വെച്ചും ആണ് ഇതിനൊക്കെ ഞങ്ങൾ കൂട്ടുനിന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, അതുകൊണ്ട് ഡോക്ടർക്കൊന്നും വരാൻ പോകുന്നില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവനാ വലുത്, അത് ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും, അത്ര സിമ്പിളല്ലാന്ന് ഡോക്ടറെ, എൻ്റെ ജീവിതം അത്ര സിമ്പിൾ അല്ലായിരുന്നു, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയാനിട്ടോ നമ്മുടെ വേദ. പിന്നീടാണെങ്കിൽ കുഞ്ഞിനെ കിട്ടിയിട്ടില്ലല്ലോ നമ്മുടെ വേദയുടെ കയ്യിൽ. തരുണാണെങ്കിൽ രാധികേനെ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അന്നേരം കുഞ്ഞിനെയൊക്കെ എടുത്തിട്ട് രാധികേൻ്റെ അടുത്ത് വെക്കുന്നതും കാണിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ തരുൺ അവിടുന്ന് പോയിട്ട് ഒരു ടാറ്റു അടിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് പോകും. അവിടെ ചെന്നിട്ട് പറയും, ഈ കുഞ്ഞിൻ്റെ കാല് എൻ്റെ നെഞ്ചിൽ പച്ച കുത്തണമെന്ന്. അങ്ങനെ തിരിച്ച് സേതുലക്ഷ്മി അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ തരുണ് കുഞ്ഞിനെ. അങ്ങനെ വേഗം തന്നെ നമ്മുടെ സേതുലക്ഷ്മി അമ്മ കുഞ്ഞിനെ വേദയുടെ കയ്യിൽ ഏൽപ്പിക്കും. എവിടെ പോയതായിരുന്നു ഇത്രയും നേരം എന്ന് പറയുമ്പോൾ, അത് മോളെ രാധികയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെയും കൊണ്ട് തരുൺ എങ്ങോട്ടോ പോയി, എന്നോട് എവിടേക്കാന്നൊന്നും പറഞ്ഞില്ല, കുഞ്ഞില്ലാതെ ഞാൻ ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയാ, എനിക്കാകെ പേടിയായി, കുഞ്ഞിനെ കിട്ടിയപ്പോൾ തന്നെ ഞാൻ വേദയുടെ അടുത്തേക്ക് പോന്നാന്ന് പറയും. അന്നേരം വേദ ചോദിക്കും, എങ്ങോട്ടാ പോയതെന്ന് ചോദിച്ചില്ലേന്ന്. അതൊന്നും ഞാൻ ചോദിച്ചില്ല മോളെ, ആദ്യം കുഞ്ഞിനെ ഇവിടെ എത്തിക്കുക എന്നുള്ള ദൗത്യമായിരുന്നു എനിക്ക്, പക്ഷെ ഇതിപ്പോൾ വലിയൊരു അവസ്ഥയിലായിരിക്കും നമ്മൾ കൊണ്ട് ചെന്നെത്തിക്കുന്നത് എന്ന് പറയാണ് കേട്ടോ സേതു. അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്.